ഹേ ഗൈസ്, ചായക്കടയുടെ പുതിയ പോഡ്കാസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു അൺഫോർച്ചുനേറ്റ് ആയ ഒരു ആക്സിഡൻറ്റ് കരിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ സംഭവിച്ചതും പ്ലെയിൻ തെന്നി വീണതും. ന്യൂസിൽ ഇപ്പോൾ നമുക്കറിയാവുന്നത് 19 പേർ മരണപ്പെട്ടു എന്നാണ്. കുറേ അധികം പേർ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിലുണ്ട്. അതെ, വളരെയധികം ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു അത്. നമ്മളറിയാം, നമ്മളൊരു ഹാർഡ് ടൈമിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഓൾറെഡി പാൻഡമിക് ഒക്കെ കാരണം തന്നെ നമ്മളെ സൊസൈറ്റി വല്ലാണ്ട് ഷുക്കായിരിക്കുകയാണ്. അതിൻ്റെ കൂടെ ഇപ്പം കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അൺകൺട്രോളബിൾ ആയിട്ടുള്ള മഴയും ലാൻഡ് സ്ലൈഡും അതൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെയാണ് ഇങ്ങനൊരു വലിയൊരു ആക്സിഡൻറ്റിൻ്റെ കേസും വരുന്നത്. ഒരു ദുരന്തം നിറഞ്ഞ വർഷം എന്ന് തന്നെ പറയാം. പക്ഷേ ഇന്ന് നമുക്ക് ഈ ആക്സിഡന്റിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് നമ്മളോടൊപ്പം 2 പേര് കൂടി ചേരുന്നുണ്ട്. അതെ, ഈ ഒരു ആക്സിഡന്റിനെ പറ്റി ഒരു എക്സ്പേർട്ട് വ്യൂ നൽകാൻ പറ്റുന്ന, അതായത് ആ ഫീൽഡിൽ ജോലി ചെയ്യുന്ന 2 പേര്. ഒരാൾ ജോലി ചെയ്യുന്നു, ഒരാൾ ഏവിയേഷൻ ഫീൽഡിൽ ട്രെയിൻ ചെയ്യുന്നു. ഒരാൾ എയർ ഇന്ത്യയിലാണ് ട്രെയിൻ ചെയ്യുന്നത്, ഒരാൾ ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുന്നു. അങ്ങനെ 2 ഗസ്റ്റുകളാണ് ഇന്ന് നമ്മുടെ എപ്പിസോഡിലുള്ളത്. അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. ഇൻഡിഗോയിൽ വർക്ക് ചെയ്യുന്ന ആൻവിൻ ജോൺ, പിന്നെ എയർ ഇന്ത്യയിൽ ട്രെയിനിയായി നിൽക്കുന്ന ബെനോ ബിജു. ഇവരാണ് ഇന്ന് നമ്മുടെ പോഡ്കാസ്റ്റിൽ ഗസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ ന്യൂസിൽ കാണുന്നതിൽ കൂടുതൽ ആയിട്ട് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ ഈ ഫീൽഡിനെ പറ്റി നല്ല നോളജുള്ള ആൾക്കാരുടെ അടുത്ത് നിന്ന് നമുക്ക് കൂടുതൽ എന്തറിയാൻ പറ്റും എന്നാണ് നമ്മൾ ഇന്നത്തെ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത്. അപ്പോൾ അവരെ നമുക്ക് വെൽക്കം ചെയ്യാം. വെൽക്കം ബെനോ, ആൻവിൻ. കേൾക്കുന്നോ നമുക്ക്? ഹലോ 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 ഹലോ. ചായക്കടയിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ഗൗതമനും ടീമിനും 1000 താങ്ക്സ്. അതെ, ഞങ്ങള് വലിയ എക്സ്പേർട്സ് ഒന്നുമല്ല, പക്ഷെ ഞങ്ങൾക്ക് ക്രിട്ടിക്കൽ ഞങ്ങളുടെ വ്യൂസ് ഉള്ളത് ഡെഫിനറ്റ്ലി ഞങ്ങൾ അത് പങ്കുവെക്കുന്നതായിരിക്കും. ഈ പറഞ്ഞാൽ ഇപ്പൊ ഈ കേസ് ഇറ്റ്സ് വെരി അൺഫോർച്ചുനേറ്റ്, ബട്ട് ഇതിപ്പോ DGC അത് പ്രോബ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു കേസ്. നമുക്ക് ഒരു ജഡ്ജ്മെന്റ്സ് ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ എല്ലാം ഈ പറഞ്ഞ പോലെ ബെസ്റ്റ്. അതെ, നമുക്ക് ന്യൂസിൽ കണ്ടതേ അറിയുള്ളൂ. റൺവേന്ന് പ്ലെയിൻ തെന്നി മാറി 30 അടി അല്ലെങ്കിൽ ആ ഹില്ലിൽ നിന്ന് വീണുന്നേ നമുക്ക് 2ആയി പിളർന്നു പോയെന്ന് നമുക്ക് ന്യൂസിൽ കേട്ടാലേ നമുക്ക്. പക്ഷെ ശരിക്കും ആ സെനാറിയോയിൽ എന്താണ് സംഭവിച്ചത്, ആ പൈലറ്റിന് എന്തായാലും ഏത് ഡിസിഷൻസ് ആയിരുന്നു മേക്ക് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് കൃത്യമായിട്ടാണ് നമുക്ക് ആ ബ്ലാക്ക് ബോക്സിലുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ട് വേണമല്ലോ. അതെ, ഇപ്പൊ ന്യൂസിൽ പറയുന്ന ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ചാൽ, മഴ അതിശക്തമായ മഴ കാരണം വിസിബിലിറ്റി വളരെ കുറവായിരുന്നു എന്നാണ് ന്യൂസ് ചാനൽസ് പ്രൈമറിലി റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം വിസിബിലിറ്റിയും ലാൻഡിങ്ങും അതിനെ എത്രത്തോളം ഒബ്സ്ട്രക്റ്റ് ചെയ്യുമെന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? അതിനെക്കുറിച്ച് നിങ്ങളുടെ ഒരു വ്യൂ എന്താണ്? ഗൗതം, ഇപ്പോ കഴിഞ്ഞ ഒരു 12-24 മണിക്കൂറായിട്ട് നമ്മുടെ ന്യൂസ് ചാനലിൽ ഭയങ്കര ജഡ്ജ്മെന്റൽ ആയിട്ടാണ് ഇവർ ന്യൂസ് മൊത്തം പുറത്തുവിടുന്നത്. അതായത് ഞാൻ ഇന്നലെ നമ്മുടെ മലയാളം ന്യൂസ് ചാനലെല്ലാം കാണുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസും മനോരമയും ഒക്കെ. അപ്പൊ അതിനകത്ത് ഇവർക്ക് കാണിക്കുന്നത് പറഞ്ഞാല് ലൈക്ക് ലോ വിസിബിലിറ്റി കൊണ്ട് പൈലറ്റിനൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് അദ്ദേഹം എങ്ങനെയൊക്കെ ഇറക്കി, അതുകൊണ്ട് അങ്ങനെ ഒരു വലിയൊരു ക്രാഷ് നടന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതല്ല, ദാറ്റ്സ് നോട്ട് ദ ട്രൂത്ത്. നമ്മുടെ വിസിബിലിറ്റി എന്ന് പറഞ്ഞിരുന്നത് അറ്റ് ദാറ്റ് ഗിവൺ പോയിന്റ് ഓഫ് ടൈം ഇറ്റ് വാസ് 2000 മീറ്റേഴ്സ്. 2000 മീറ്റർ എന്ന് പറയുന്നത് 2 കിലോമീറ്റർ ആണ്. അതായത് ഈ റൺവേയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 2.896 കിലോമീറ്റേഴ്സ് ആണ്. അതായത് 2.896 കിലോമീറ്റേഴ്സിനകത്ത് 2 കിലോമീറ്റേഴ്സ് യു ഹാവ് എ വിസിബിലിറ്റി. Okay, so it is very absurd what our media is trying to focus on. വിസിബിലിറ്റി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. വിസിബിലിറ്റി ഇഷ്യൂ ഇല്ല. ഇൻഫർമേഷൻ കിട്ടിയിരിക്കണം. നമുക്ക് ഹൈവേയിലത്തെ ഫ്രിക്ഷൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ സ്ലിപ്പറി ആവാൻ ചാൻസ് വളരെ ഹൈ ആണ്. പാർട്ടിക്കിൾസിന്റെ അളവ് കൂടുതലാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ സോ ഈ കാലിക്കറ്റ് എയർപോർട്ടിൽ ഒരു നല്ലൊരു എന്താ പറയുന്നത് ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട്. അതായത് 2011 നമ്മുടെ എയർ ഇന്ത്യ എക്സ്പ്രസ് തന്നെ ഒരു ഫ്ലൈറ്റ് ഇതുപോലെ ഒരു ഇഷ്യൂ ഉണ്ടായി. DGC ഒരു പ്രോബ് ചെയ്തു. ഒരു ടെയിൽ സ്ട്രൈക്ക് നടന്നതിന്റെ പശ്ചാത്തലത്തിലാണ് DGC അവിടെ പ്രോബ് നടത്തുന്നതും DGC അവിടെ കണ്ടുപിടിക്കുന്നത് there are a lot of safety lapses at this airport. ബട്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇംപ്രൂവ്മെന്റ് നടന്നിട്ടില്ല. അതായത് അളവിൽ കൂടുതൽ റബ്ബർ ഡെപ്പോസിറ്റ്സ് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും അതിന്റെ റബ്ബർ ഡെപ്പോസിറ്റ്സ് റൺവേയിൽ കിടന്നാൽ അത് ഒബ്സ്ട്രക്റ്റീവ് ആണ്. അതിനെ ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് നമ്മുടെ DGC അവർ പറയുന്നത്.
സോ ഈ റബ്ബർ ഡെപ്പോസിറ്റ്സ് ഒരിക്കലും ഒരു റൺവേയിലോ ഒരു മൈന്യൂട്ട് പാർട്ടിക്കിൾ പോലും കിടന്നാൽ അത് ഒരു ഫ്ലൈറ്റിനെ അതിനെ എങ്ങനെ വേണേലും മറിക്കാം. പക്ഷെ ഈ റൺവേക്ക് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇത് ടേബിൾ ടോപ്പ് റൺവേ ആണ്. ഇന്ത്യയിൽ ആകെ 3 ടേബിൾ ടോപ്പ് റൺവേ ഉള്ളൂ. അപ്പൊ ഇന്നലെ ന്യൂസിൽ നമ്മൾ ഒരുപാട് കേട്ട ഒരു ടേമാണിത്, ടേബിൾ ടോപ്പ് റൺവേ. അപ്പോ അതെന്താണെന്നും കൂടി ഹിൽ ഏരിയാസ് ഈ ഗാർഡ്സ് ഒക്കെ ഇല്ലേ, നികത്തിയിട്ട് ഒരു ലെവൽ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു റൺവേ. അപ്പൊ ഈ ടേബിൾ ടോപ്പ് റൺവേ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 2.896 കിലോമീറ്റർ നീളം എന്ന് പറഞ്ഞില്ലേ റൺവേന്റെ ടോട്ടൽ ലെങ്ത്. അപ്പൊ അതിൽ സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ ലെങ്ത് വേണ്ട. ടേബിൾ ടോപ്പ് റൺവേ ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലത്തിന്, നികത്തി ലെവൽ ചെയ്തേക്കുന്ന സ്ഥലത്തിന് ഒരു 3 കിലോമീറ്റർ അല്ലെങ്കിൽ 3.2 കിലോമീറ്റർ ലെങ്ത് വേണ്ടേ ഓവറോൾ പറയുമ്പോൾ സേഫ്റ്റിക്കായിട്ട്. ഇനിയിപ്പോ അഥവാ പ്ലെയിൻ ഓവർ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോകാനായിട്ട്. അതെ സാധാരണ ഇത് ഓവർഷൂട്ട് ചെയ്തപ്പോ എന്ത് പറയുന്നത്, ഇത് പൈലറ്റ് ആദ്യമേ ഒന്ന് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ അന്നേരം അവർക്ക് അവിടെ നിർത്താൻ പറ്റില്ല. അന്നേരം അവർ വീണ്ടും ഗോ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് രണ്ടാമത് ലാൻഡ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ കറക്റ്റ് പൊസിഷനിലല്ല അവര് ലാൻഡ് എന്ത് പറയുന്നത്, അലൈൻമെന്റ് തെറ്റിപ്പോയി, റൺവേ ആയിരുന്നില്ല. അതെ അത് ഇപ്പോ 1-2 പൈലറ്റ്സ് ഇതുപോലെ പറയുന്നത് അവര് ഈ കാലിക്കറ്റില് അവര് ഫ്രീക്വന്റ്ലി ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്സ് ആണ്. അപ്പോ അതില് ഇന്നലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ഇന്ത്യ ടുഡേയിൽ ഒരു പൈലറ്റ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ പൈലറ്റ് പറഞ്ഞത് ലൈക്ക് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പൈലറ്റ്സ് നൈറ്റ്മെയർ. അത് ഓൾറെഡി ഇറ്റ്സ് എ പൈലറ്റ്സ് നൈറ്റ്മെയർ, ബട്ട് ഗിവൺ ദ ഫാക്ട് ദാറ്റ് യു ഹാവ് ബാഡ് വെദർ, അത് ഇറ്റ് വിൽ ബി ഈവൻ വേഴ്സ്. സോ ഫ്രം ബാഡ് ടു വേഴ്സ് അവിടെ പോവാൻ ഇറ്റ് വാസ് ഓൾറെഡി എ ഡിസാസ്റ്റർ ഇൻ വെയിറ്റിംഗ്. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് റൺവേ ലൈറ്റ്സ് വർ നോട്ട് അലൈൻഡ്, യു ഹാവ് എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് ദർ. സോ ഒരു പൈലറ്റ് വെൻ ദർ ഈസ് ബാഡ് വെദർ കണ്ടീഷൻ, ഹി ഹാസ് 2 ഓപ്ഷൻസ്. Like either you go with the visual approach or you go with the instrumental landing system approach, that is called the ILS. So ഈ ILS-ല് നമ്മുടെ അവിടുത്തെ എയർപോർട്ടിലെ ഇൻസ്ട്രുമെന്റ്സ് പ്രോപ്പർലി വർക്കിംഗ് അല്ലെങ്കിൽ what happens is that the pilot will opt for visual approach. So in a wet condition and in a very bad flying condition, it will mean disastrous. അതാണ് ഇന്നലെ സംഭവിച്ചതാണ്. ഞങ്ങളുടെയൊക്കെ ഒരു പ്രിലിമിനറി ഇൻറ്റ്യൂഷൻ പറയുന്നത് തന്നെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ഓൾറെഡി ആ പൈലറ്റ് ഗോ അറൗണ്ട് usually pilots in bad weather condition they obviously opt for visual approach because ബാഡ് വെതർ മാത്രമല്ല നൈറ്റ് കണ്ടീഷനിലും ILS ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ അവിടെ അങ്ങനെ ഈ ഒരു എയർപോർട്ടിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതായത് ഒരു സേഫ്റ്റി ലാപ്സസിന് വേണ്ടി തന്നെ ഒരു ഹിസ്റ്ററി ഉണ്ട് ഈ കാലിക്കറ്റ് എയർപോർട്ടിന്. അത് ഈ ഒരു പർട്ടിക്കുലർ സമയത്താണ് അത് ഇത്രയും നമുക്ക് അത് ഒരു നാശം വിതച്ചതെന്ന് പറയാം. കാരണം ഈ ഒരു ഇടയ്ക്ക് തന്നെ, അതായത് ഒരു ജൂലൈ 3-ാം തീയതി തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആണോ അതോ എയർ അറേബ്യയുടെ ആണോ ഒരു ഫ്ലൈറ്റിന് ഒരു ടെയിൽ സ്ട്രൈക്ക് ഉണ്ടായി. ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ DGC ഇമ്മീഡിയറ്റ്ലി അവർ പ്രോബിൻ ചെയ്തു. അവർ പറഞ്ഞു ഇത് ഇറ്റ്സ് റിസ്കി, എന്താ പറയുന്നത്, ഇവിടെ ദർ ആർ ലോട്ട് ഓഫ് സേഫ്റ്റി ലാപ്സസ് ആൻഡ് ദിസ് ഹാസ് ടു ബി ടേക്കൻ കെയർ ഓഫ്. സോ ഈ അതോറിറ്റീസ് ഇതിങ്ങനെ ഇവർക്ക് മനസ്സിലായി ദർ ആർ എ ലോട്ട് ഓഫ് സേഫ്റ്റി ഇംപ്ലിക്കേഷൻസ്, ബട്ട് സ്റ്റിൽ ഹൗവർ ദേ കണ്ടിന്യൂഡ്. ന്യൂസ് ചാനൽസ് ഡെലിബറേറ്റ്ലി ലീവ് ഔട്ട് ചെയ്തതാണോ ഇനി അവര് ശ്രദ്ധിക്കാതെ പോയെന്ന് അറിയത്തില്ല. അതോറിറ്റീസിനെ ക്രിട്ടിസൈസ് ചെയ്തുള്ള ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടില്ല. DGC അന്ന് മംഗലാപൂർ അപകടം നടന്നില്ലേ 2010? അന്ന് നടന്നപ്പോഴേ DGC 2 വർഷത്തിനുള്ളിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് പറഞ്ഞതാണ് ഇങ്ങനെ ടേബിൾ ടോപ്പ് റൺവേ വരുന്നത് 3000 റൺവേ കൂടുതൽ വേണമെന്ന്, മീറ്റേഴ്സ് അതിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാ. പക്ഷെ അത്രയും സ്ഥലം ആൾക്കാരെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഗവൺമെന്റിന്, അത്രയും പേര് റീലൊക്കേറ്റ് ചെയ്യാനും. തന്നെയല്ല, നമ്മുടെ DGCയുടെ ഒരു ഇതുണ്ട്, അതായത് ഒരു റെഗുലേഷൻ ഉണ്ട്. നിങ്ങൾ ടേബിൾ ടോപ്പ് റൺവേയിൽ ഫ്ലൈ ചെയ്യുന്ന പൈലറ്റ്സിന് ഐ തിങ്ക് ഇറ്റ് ഷുഡ് ബി മോർ ദാൻ 10,000 hours ഓഫ് ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ടേബിൾ ടോപ്പിൽ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ സാധാരണ എയർപോർട്ട്സ് പോലെ ഇന്നലത്തെ പൈലറ്റ് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരുന്നെന്നാണ്
യെസ്, വെരി എക്സ്പീരിയൻസ്ഡ്. അത് വി ആർ നോട്ട് ക്വസ്റ്റ്യനിങ് ഹിസ് എബിലിറ്റി. ബട്ട് നമ്മൾ ഈ ന്യൂസ് ചാനൽസ് എല്ലാം ഇത്രയും ചർച്ച ചെയ്തല്ലോ, നോബഡി ഫാക്ടർഡ് ഇൻ ദ ഹ്യൂമൻ ഫാക്ടർ. ആരും ഹ്യൂമൻ ഫാക്ടറിനെ പറ്റി സംസാരിച്ചിട്ടില്ല. മാംഗ്ലൂർ ക്രാഷിനെ പറ്റി ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് തരാം. ഈ മാംഗ്ലൂർ ക്രാഷ് നടന്ന സമയത്ത് ദിസ് പൈലറ്റ് വാസ് ഓവർ സ്ട്രെസ്ഡ്. പുള്ളി ഫ്ലൈറ്റിൽ ഉറങ്ങി. അതായത് ലോങ് ഹോൾ ഫ്ലൈറ്റ്സിനകത്ത് ഇറ്റ് ഈസ് യൂഷ്വൽ ഫോർ എ പൈലറ്റ് ക്യാപ്റ്റൻ ടു സ്ലീപ് ആൻഡ് ഫസ്റ്റ് ഓഫീസർ ടു മോണിറ്റർ ദി ഇൻസ്ട്രുമെന്റ്സ്. പക്ഷേ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ആ ഒരു ലാഗില്, അതായത് ഒരു സ്ലീപ്പ് ലാഗ് എന്ന് അല്ലെങ്കിൽ ഒരു ജെറ്റ് ലാഗ് എന്നൊക്കെ തന്നെ വേണം നമ്മൾ എന്നെ വിശേഷിപ്പിക്കാം. ഈ ക്യാപ്റ്റൻ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ക്യാപ്റ്റൻ ഒരു സ്പേഷ്യൽ അവയർനെസ് ഇല്ല, ഇതെന്തോ ഇവിടെ സംഭവിക്കുന്നത്, നമ്മൾ എന്തോ ചെയ്തു, ഒരു ചെറിയ കൺഫ്യൂഷനിലായി. സോ ATC പറയുന്നുണ്ട് എന്താ നിങ്ങൾ യു ആർ ക്ലിയർ ഫോർ ലാൻഡിംഗ് എന്ന്. പക്ഷേ പൈലറ്റ്സിന് രണ്ടുപേർക്കും റൺവേ കാണുന്നില്ല. സോ അവരെങ്ങനെ ആണെങ്കിലും അവര് നേരെ ഡിസെൻഡ് ചെയ്തു. നേരെ അവര് റൺവേയുടെ പകുതി ടച്ച് ഡൗൺ സോൺ എന്ന് പറയും, TDS എന്ന് തന്നെ പറയാം, TDZ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ടച്ച് ഡൗൺ സോൺ കഴിഞ്ഞ് ഒരു 500 മീറ്റർ എന്ന് ഫ്രണ്ടിലാണ് പിന്നെ ഇത് ലാൻഡ് ചെയ്തത്. അങ്ങനെ അവർക്ക് സ്റ്റോപ്പിംഗ് പവർ കിട്ടാതെ, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് കിട്ടാതെ അവർ നേരെ ക്രാഷ് ചെയ്യുമായിരുന്നു മാംഗ്ലൂർ കേസില്. സോ ഒരു സിമിലർ കണ്ടീഷൻ തന്നെയാണ് ഈ കാലിക്കറ്റിൽ നടന്നിരിക്കുന്നത്. നിങ്ങൾ ആ ഫ്യൂസലാജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാല് ദ നോസ് ഈസ് ഇൻടാക്ട്. അവിടെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഇല്ല അവിടെ. കാരണം ലാൻഡിംഗ് ഗിയർ ഫെയിലിയർ ആയിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ ആ ലാൻഡിംഗ് ഗിയറിന്റെ ഭാഗം നോസ് ആദ്യം അങ്ങ് തകരും, നോസ് മൊത്തം കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ആവും, ഫ്യൂസലാജ് വിൽ ബി ഇൻടാക്ട്. ബട്ട് ഈ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഫ്യൂസലാജ് കംപ്ലീറ്റ്ലി നശിച്ചു, നോസും അതിന്റെ റിയർ എൻഡും ആർ ഇൻടാക്ട്. ഫസ്റ്റ് ടച്ച് ഡൗൺ വരുമ്പോൾ നമ്മുടെ റിയർ എൻഡും റിയർ ഭാഗത്തുള്ള ടയേഴ്സും ആണ് ആദ്യം ടച്ച് ഡൗൺ ചെയ്യുക. ഇത് ഈ ഫ്യൂസലാജ് തകർന്നതിന്റെ കാരണമായിട്ട് ഇതിനെ പറയുന്നത് ഹാർഡ് ലാൻഡിംഗ് ആണ് ഈ പൈലറ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഇമ്പാക്ട് താങ്ങാൻ പറ്റിയിട്ടില്ല എയർക്രാഫ്റ്റിന്റെ ബോഡിക്ക്. അപ്പൊ ആ പറ്റാത്തൊരവസ്ഥയിൽ അയാള് പൈലറ്റ് ട്രൈ ടു സ്റ്റോപ്പ് യൂസിങ് ഓൾ പവേഴ്സ്, ഈവൻ കട്ടിംഗ് ഓഫ് ദി എൻജിൻസ്. ദ എൻജിൻസ് വർ നോട്ട് റോളിംഗ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം. അങ്ങനെ അവിടെ ചെന്ന അവസാനം ഇടിച്ചു നിൽക്കുകയും അതിന്റെ ഫ്യൂസലാജ് ഓൾറെഡി ആ ഇമ്പാക്ടോട് കൂടിയാണ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞത്. സോ അവിടെ അവസാനം ആ സ്റ്റോപ്പിംഗ് പോയിന്റിൽ എത്തി കഴിയുകയും ഏകദേശം ഇങ്ങനെ പറയാൻ പറ്റും. അതായത് ഈ പൈലറ്റ് ഉദ്ദേശിച്ചത് നമുക്ക് എന്തായാലും ഒരു ഡിസ്റ്റൻസ് ഓവർഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോ ഇനി ലാൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മാക്സിമം ഫ്രിക്ഷൻ, മാക്സിമം സ്റ്റോപ്പിംഗ് പവർ വെച്ച് ഈ റൺവേയിൽ വീഴാതെ അതിന് മുമ്പ് കൊളാറ്ററൽ ഡാമേജ് കുറയ്ക്കുക. എന്ത് സംഭവിച്ചു, ഇനി അത് വേഴ്സൺ ആവാതെ. അത് പിന്നെ ന്യൂസ് ചാനൽസ് കേട്ട് ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ, അല്ലെങ്കിൽ തീപിടുത്തം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ അത് പൈലറ്റിന്റെ ഒരു ഇൻറ്റ്യൂഷനും കറക്റ്റ്, പുള്ളിയുടെ സ്റ്റെപ്സ് കറക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഒരു തീപിടുത്തം ഉണ്ടാകാൻ. അതിനെ പറ്റി നിങ്ങൾ എന്ത് പറയുന്നു? ഒരു തീപിടുത്തം ഉണ്ടാകാനുള്ള ചാൻസ് ആയിരിക്കും. പക്ഷെ ഇപ്പൊ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. അതിന്റെ FD ഇത് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും വോയിസ് റെക്കോർഡറും വീഡിയോ എല്ലാം DGC ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താ സംഭവിച്ചതെന്ന്. ടെക്നിക്കൽ എറർ ആണോ? നമുക്ക് അറ്റ് ദി ഏർലിയസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്ന ഡേറ്റ എന്ന് പറയുന്നത് ATC കൺട്രോളിന്റെ റെക്കോർഡിംഗ് ആയിരിക്കും. സോ അവർ ആദ്യം ഒരു ആക്സിഡന്റ് ഏത് എയർപോർട്ടിൽ നടന്നാലും ആദ്യം CC ചെയ്യുന്നത് ATCയുടെ റെക്കോർഡിംഗ്സ് ആയിരിക്കും. സോ ഈ ATCയും പൈലറ്റുമായിട്ടുള്ള റെക്കോർഡിംഗ്സ് നമുക്ക് ഇന്നോ നാളെയോ അത് അവൈലബിൾ ആയിരിക്കും. സോ വിൽ ഗെറ്റ് എ മോർ ഇൻസൈറ്റ് ഇൻ ടു ഇറ്റ്. ഇത് എങ്ങനെ നടന്നു, അല്ലെങ്കിൽ പൈലറ്റിന് ജഡ്ജ്മെന്റ് എറർ പറ്റിയതാണോ, അതോ ഇത് ടെക്നിക്കൽ ഫോൾട്ട് വല്ലതും ആണോ, അതോ റൺവേ ഇഷ്യൂസ് വല്ലതായിരുന്നോ, വാട്ട് എക്സാക്ട്ലി. സോ ഇൻ മൈ ഒപ്പീനിയൻ, ഇൻ മൈ ഗസ്, ഞാൻ ഇപ്പൊ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയെടുത്തോളം ഇത് ഒരു എല്ലാം കൂടെ ചേർന്ന ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. ടെക്നിക്കൽ പ്ലസ് ഹ്യൂമൻ പ്ലസ് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം ആയിരിക്കാം. എല്ലാം കൂടെ ചേർന്ന ഒരു ഡിസാസ്റ്റർ ആയിരുന്നു ഇത് ഈ സംഭവിച്ചത്. പിന്നെ ഈ പൈലറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യാപ്റ്റൻ ദീപക് സാട്ടെ എന്ന് പറയുന്ന മനുഷ്യൻ, ഹി വാസ് എ ടെസ്റ്റ് പൈലറ്റ് വിത്ത് ഇന്ത്യൻ എയർഫോഴ്സ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, 2 തരം പൈലറ്റ്സ് ഉണ്ട്. അതായത് നോർമൽ പൈലറ്റ്സും ഉണ്ട്, പിന്നെ ടെസ്റ്റ് പൈലറ്റ്സ് ഉണ്ട്. അതായത് ഈ കൂട്ടത്തിലുള്ള ഏറ്റവും ഇന്റലിജന്റ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ അവർ ടെസ്റ്റ് പൈലറ്റ്സ് ആക്കത്തുള്ളൂ, വിത്ത് സോ മച്ച് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് പാഷൻ ടുവേർഡ്സ് ഏവിയേഷൻ. അങ്ങനെ എല്ലാവരും ഒന്നും ടെസ്റ്റ് പൈലറ്റ്സ് ആക്കുന്നത്, അതും ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി. അതായത് നിങ്ങൾ ഒരു ഫോറിൻ ഫ്ലൈറ്റ് നിങ്ങൾ ഡെലിവറി എടുക്കുന്നുണ്ടെങ്കിൽ ഈ പൈലറ്റ്സ് ആണ് they do rigorous testing. അവര് they'll fly where no aircraft can fly and they'll do all kinds of rigorous testing. അതിനകത്തിൽ ഒരു ചെറിയ ഫോൾട്ട് ഉണ്ടെങ്കിൽ തന്നെ they'll immediately flag it.
അവർക്ക് ഒരു ചെറിയ സ്പീഡിന്റെ വ്യത്യാസം തോന്നിയ പോലും അവർ വന്ന് അത് പറയും. അവര് പിന്നെ അത് ഇമ്മീഡിയറ്റ്ലി അവര് അത് റിപ്പോർട്ട് ചെയ്യും. സോ അങ്ങനത്തെ ഒരു ലോട്ടിൽ നിന്നാണ് നമ്മുടെ ക്യാപ്റ്റൻ ദീപക് സാഠെ വന്നത്. അഖിലേഷ് കുമാർ ഓൾസോ ഈസ് ഓൾസോ വെരി എക്സ്പീരിയൻസ്. ഹി വാസ് യങ്. Sad to know that he has left his pregnant wife. So it's very unfortunate. I mean, all these both these pilots have left their families at a very crucial point in time. അതെ, ഭയങ്കര ശരിക്കും ഭയങ്കര അൺഫോർച്ചുനേറ്റ്. ഇപ്പൊ ഇനി ഇത് ടേക്കിംഗ് ഇൻ ടു ആസ് ഏവിയേഷൻ ഫീൽഡിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചിട്ട് ടേക്കിംഗ് ദിസ് ഇൻ ടു അക്കൗണ്ട്, ഇപ്പോൾ നിങ്ങളിങ്ങനെ ഒരു സെനാറിയോ ഫേസ് ചെയ്തെന്ന് വെക്കുക, നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ട്രെയിനിങ് ഒക്കെ അക്കൗണ്ടിലേക്ക് എടുത്തിട്ട് ഇതിനെ എങ്ങനെ പ്രോപ്പറായിട്ട് നിങ്ങൾ ജഡ്ജ് ചെയ്യും? ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ടാക്കിൾ ചെയ്യും? എങ്ങനെ? എന്റെ ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ ഇപ്പൊ ഞാൻ ടാക്കിൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാല് ലൈക്ക് നമുക്ക് ഹ്യൂമൻ ഫാക്ടർ ഇല്ലാതെ നമുക്ക് ഒരു ഫ്ലൈയിങ് നടക്കത്തില്ല. നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെഗ്ലിജന്റ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ് ഹ്യൂമൻ ഫാക്ടർ. അതായത് നിങ്ങൾക്ക് ഒരു റോസ്റ്റർ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളെ പട്ടിയെ പോലാണ് അവർ പണിയെടുപ്പിക്കുന്നത്. അതായത് ലൈക്ക് എസ്പെഷ്യലി പൈലറ്റ്സ് ആൻഡ് ക്യാബിൻ ക്രൂ, അവര് നിങ്ങളുടെ ജെറ്റ് ലാഗ് കൗണ്ട് ചെയ്യത്തില്ല. അതായത് ഇപ്പൊ ഇഫ് യു ആർ ഫ്ലൈയിങ് ദുബായ് റോം ടുഡേ, നെക്സ്റ്റ് ടുമോറോ വിൽ ബി ദുബായ് കാലിക്കറ്റ്. സോ കംപ്ലീറ്റ് ഡിഫറൻസ് ഓഫ് യുവർ ടൈം സോൺസ്. വാട്ട് വിൽ യു ഡു ഇൻ ദാറ്റ് കേസ്? സോ നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു പൈലറ്റും എന്ന് പറയുന്നത് ഹീസ് എ ഹ്യൂമൻ ആഫ്റ്റർ ഓൾ. ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഒരു എയർ ഹോസ്റ്റസ്, ഒരു ഹോസ്റ്റ് എന്ന് പറയുന്നത് ദേ ആർ ഹ്യൂമൻ ബീങ്സ്. സോ ആ ഫാക്ടർ ഇല്ലാതെ നമ്മൾ എന്ത് റെഗുലേഷൻസ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യാനുള്ള ടൈമും മേക്കപ്പ് ചെയ്യാനുള്ള എക്സാക്ട്ലി അത് പൈലറ്റ് റെസ്റ്റ് ചെയ്യാൻ ടൈം ഉണ്ടോന്ന് തന്നെ അല്ല, അത് എൻഷുർ ചെയ്യണം. അതായത് നിങ്ങൾക്ക് റെസ്റ്റ് കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് വരെ എൻഷുർ ചെയ്യണം. ഹിസ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, ഹിസ് ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ മെന്റൽ സ്റ്റാറ്റസ്, അതെല്ലാം നമ്മൾ വി ഹാവ് ടു ടേക്ക് ഇൻ ടു അക്കൗണ്ട്. ഇപ്പൊ എന്തായാലും ആകെ ഇതിന് ഒരു സംവാട്ട് കംഫർട്ടിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്താ വെച്ചാൽ ക്യാബിൻ ക്രൂ രക്ഷപ്പെട്ടു എന്നാണ് വിത്ത് മൈനർ ഇഞ്ചുറീസ്. അതെ. എക്സ്പ്ലോഷൻ നടക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. സാധാരണ ATF എന്ന് പറയുന്ന ഭയങ്കര ഫ്ലെയിമബിൾ ഇതാണ്, ഹൈലി ഫ്ലെയിമബിൾ ആണ് ഫ്യൂവൽ. ATF എയർക്രാഫ്റ്റിന്റെ ഫ്യൂൽസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് ഈ ടേബിൾ ടോപ്പ് റൺവേസ് എന്ന് പറയുന്ന റൺവേസ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് സിസ്റ്റത്തിൽ നിന്ന് എടുത്ത് മാറ്റണം എന്നൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഇല്ല, അങ്ങനെയില്ല. ഇപ്പൊ അവിടെ ഉള്ള ആൾക്കാർക്ക് ഇപ്പോ ഇന്ത്യയിലെ 7th ബിസിയസ്റ്റ് എയർപോർട്ട് ആണ് ഇത് കാലിക്കറ്റിലെ. അപ്പോ അതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാ അത് കുറച്ചുകൂടി റൺവേ 300-350 ഏക്കർ 2012 DGCA പറഞ്ഞതാണ് ഇങ്ങനത്തെ റൺവേസിന് കുറച്ചുകൂടി റൺവേ വേണമെന്ന്. ഇപ്പൊ എയർക്രാഫ്റ്റ് ഓവർഷൂട്ട് ആയി കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ചുകൂടി റൺവേ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അപകടം നടക്കത്തില്ല. ഒരു ബഫർ ഡിസ്റ്റൻസ് ആയിട്ട് കുറച്ചും കൂടി വേണം. എന്തായാലും ഇറ്റ് വാസ് എ വെരി ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസ്. നമ്മുടെ ഷോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ വി വുഡ് ലൈക്ക് ടു ഹാവ് അവർ കണ്ടോളൻസ് ടു ഓൾ ദ ലൈഫ്സ് ലോസ്റ്റ് ആൻഡ് ദോസ് ഹു ആർ ബാഡ്ലി ഇൻജേർഡ്. നമ്മുടെ ഷോയിലേക്ക് വന്ന് ഇതിനെപ്പറ്റി നല്ല ഒരു എക്സ്പേർട്ട് വ്യൂ തന്ന അൻവിനും ബെനോയ്ക്കും ഞങ്ങളുടെ ഒരു വലിയ താങ്ക്സ്. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നോ ആരിലേക്കൊക്കെ എത്തുമെന്നോ ഞങ്ങൾക്കറിയില്ല. പക്ഷേ എന്തിനാ കൂടി ന്യൂസ് ചാനലുകൾ മാത്രം കൊടുക്കുന്ന വാർത്തകളിൽ ഉപരി ഒരു സിംപ്ലിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ, ഒരു ഇൻറ്റ്യൂഷൻ അല്ല അതിലുപരിയുള്ള ഒരു അനാലിസിസ് ഒക്കെ തന്നതിൽ നിങ്ങളോട് വലിയൊരു താങ്ക്സ് പറയുന്നു. പിന്നെ വരും ദിവസങ്ങളിൽ ഈ സ്റ്റോറി എങ്ങനെ പ്രോഗ്രസ് ചെയ്യുമെന്ന് നമുക്ക് നോക്കി കാണാം. എനിവേ താങ്ക്സ് ഫോർ കമ്മിങ് ഓൺ ടു ദി ഷോ. ആൻവിൻ, ബെനോ, ബിഗ് ഞങ്ങളെ വിളിച്ചതിനും വളരെ താങ്ക് യു. അതെ, എന്തായാലും നിങ്ങളുടെ കരിയേഴ്സ് പ്രോഗ്രസ് ചെയ്യുന്നതിന് ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവരെയും ഫോർ ഫ്രണ്ടിൽ തന്നെ ഉള്ള പൈലറ്റ്സ് ആയി കാണട്ടെ. എല്ലാവരും നല്ല രീതിയിൽ തന്നെ എയർ ഇന്ത്യയിലും ഇൻഡിഗോയിലും ഒക്കെ സക്സസ്ഫുൾ ആവട്ടെ. അവിടുന്ന് മൈൽസ് ആൻഡ് മൈൽസ് മുന്നോട്ട് പോകട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. ഗൗതമിന്റെ പോഡ്കാസ്റ്റിന് ഞങ്ങളെ എല്ലാവിധ ആശംസകളും തീർച്ചയായിട്ടും ഇനിയും 1000, 10,000 ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് ആയി വരട്ടെ. ചായക്കടയിലേക്ക് ഞങ്ങളെ ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിച്ച ഗൗതമന് 1000 നന്ദി. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാം.